ഓക്കെ, ഉദ്ദേശം മനസ്സിലായി. എൻ്റെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചായിരിക്കും ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് ജീവിച്ച് പോകാനായിട്ട് പറ്റില്ല. നമ്മൾ ലൈഫിലോട്ട്, നമ്മളൊരു റിലേഷനിൽ നിന്ന് നമ്മളൊരു റിയൽ ലൈഫിലോട്ട്, റിലേഷനിലാകുമ്പോൾ റിയൽ അല്ല എന്നല്ല, റിലേഷനിൽ നിന്ന് നമ്മൾ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവുമ്പോഴത്തേക്കും മാത്രമാണ് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് വരിക എന്ന് ഞാൻ പറഞ്ഞ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ബട്ട് ഞാൻ അത് അനുഭവിക്കുന്നത് എൻ്റെ ലൈഫിൽ വന്നപ്പോഴാണ്. സോ നമ്മളെ ലൈഫ് ഒരിക്കലും നമ്മുടെ പുറത്തു നിന്ന് നിങ്ങൾ കാണുന്ന പോലെ ആയിരിക്കില്ല ഉള്ളിലുള്ള നമ്മുടെ ലൈഫ്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലൈഫ് വേണ്ട എന്ന് വിചാരിച്ചത്. പിന്നെ കുറേ ആൾക്കാരുടെ കമൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ആയി എന്നുള്ളൊരു കാര്യം. അതിന് മറുപടി ഒന്നും കറക്റ്റായിട്ട് ഇതുവരെ ആരും കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിലാണ് ഇതേ കണക്കുണ്ടെങ്കിൽ തനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചെന്നുള്ള രീതിയിൽ മാഗിയും പറയുന്നത്. സോ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റാഫിയുടെ ഭാഗത്തു നിന്ന് എന്തോ ഒരു തെറ്റുണ്ടായിട്ടെന്ന് മനസ്സിലാവുന്നു. അതല്ലാതെ വേറെ ഒന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കറക്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കല്യാണത്തിന് മുമ്പ് ഇത് ഞങ്ങൾക്ക് പ്രേമിച്ച് നടക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് പല ക്യാരക്ടറായിരിക്കും. നമുക്ക് ഒരിക്കലും അവരുടെ യഥാർത്ഥ സ്വഭാവം ഇത് തന്നെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാനേ പറ്റത്തില്ല. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ സ്വഭാവം ഭയങ്കരമായിട്ട് മാറുന്നത് നമ്മൾ കാണാറുണ്ട്. നേരത്തെ കണ്ടവരായിരിക്കത്തില്ല പിന്നെ ഉണ്ടാകുന്നത് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ആയിരിക്കും. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടുപേരും തീരുമാനം എടുത്ത് പിരിയുന്നത് തന്നെയാണ് നല്ലത്. അതല്ലാതെ പിന്നെ അടിച്ച് ഭയങ്കരമായിട്ട് ആൾക്കാരെ അറിയിക്കുന്നതിനേക്കാൾ ഇത് തന്നെയാണ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.